എന്റെ കൂട്ടുകാരെ, ഞാനൊന്ന് ആലോചിച്ചു നോക്കി, നാളെ മഹ്ശറിൽ ചെന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ നമുക്കെവിടെ നിൽക്കാൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്കുമ്പോ ഒരു സ്ഥലവും പ്രതീക്ഷിക്കാനില്ല. തൊട്ടുചാരത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉണ്ടാകും, മാറിത്തരൂല. റസൂലുള്ളാഹിന്റെ വെള്ളപ്പാത്രം എടുത്തൊന്ന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി തങ്ങൾ മാറിത്തരൂല. ഹബീബായ നബി തങ്ങളുടെ മിസ്വാക്ക് ഒന്ന് എടുത്തു കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂല. അവിടുത്തെ ചെരുപ്പൊന്ന് എടുത്തു വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂല. ഹബീബായ നബി തങ്ങളുടെ വിരിപ്പൊന്നെടുത്ത് മടക്കി വെക്കട്ടെ എന്ന് ചോദിച്ചാൽ അബൂ ഹുറൈറ തങ്ങൾ മാറിത്തരൂല. റസൂലുള്ളാഹി തങ്ങളുടെ റൂമിന്റെ വാതിൽക്കൽ ഒരു കമ്പൗണ്ടറെ പോലെ നിൽക്കട്ടെ എന്ന് ചോദിച്ചാൽ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ മാറിത്തരൂല. അങ്ങനെ എല്ലാ സഹാബികളെയും ആലോചിക്കുമ്പോ നമുക്ക് നിൽക്കാനിടമില്ല. അവിടുത്തെയുടെ മദ്ഹ് ചൊല്ലട്ടെ എന്ന് ചോദിച്ചാൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളും ഇമാം ബൂസീരി തങ്ങളും മാറിത്തരൂല. പിന്നെ നമ്മൾ എവിടെ നിൽക്കാനാണ്? നമ്മുടെ കയ്യിൽ അമലോ ഇല്ല, സഹാബത്തിന്റെ പദവിയോ ഇല്ല, ഇമാമിങ്ങളുടെ പദവിയോ ഇല്ല, ഒരൊറ്റ മുസന്നിഫിന്റെ പദവിയും ഇല്ല. നമുക്കെവിടെ നിൽക്കാനാണ്? അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബ് നടന്നു പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തി തരണേ റബ്ബേ. ഹബീബിന്റെ കാലു പതിഞ്ഞ ഭൂമി മദീന എത്ര വലിയ ബഹുമാനമാണ്. ആ മദീനയിലെ മണ്ണിന്റെ ബഹുമാനം ഞങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഞങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഹബീബ് നടക്കുമ്പോ കാലുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ കിടക്കുന്ന അനുയായിയെ പിന്നോട്ട് തട്ടൂല്ല. അങ്ങനെ ഹബീബ് തട്ടിയ സാധനം സഹാബത്ത് പിന്നോട്ട് തട്ടൂല്ല. അങ്ങനെ എല്ലാവരും തട്ടി തട്ടി അവസാനമെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് എഴുതിയ ഉമറുൽ ഖാദി തങ്ങളുടെ ഒപ്പം അതുപോലെ തന്നെയുള്ള മഹാന്മാരുടെ കാലിൽ പറ്റിയിട്ടെങ്കിലും സാധുക്കളായ ഞങ്ങളെ റസൂലുള്ളാഹിന്റെ ചാരത്തൊന്ന് എത്തിച്ചു തരണേ റബ്ബേ. അതിനെ മജ്‌ലിസ് ഒരു കാരണമാക്കണേ റബ്ബേ. ഒരുപാട് തവണ മനാമിൽ ഹബീബിനെ കണ്ട് രാത്രി കിടക്കുമ്പോഴെന്തൊരു രസമാണ്. പകൽ റസൂലുള്ളാഹിന്റെ ദീനിന് സേവനം, രാത്രി ഹബീബിന് കാഴ്ചയുള്ള കിടത്തം എത്ര വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾക്കത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ പേര് പറയാൻ പറ്റുന്നൊരു നാവ് ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾക്കറിയും. നീ ഔദാര്യം കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. ഈ നിൽക്കുന്ന ഒരൊറ്റ മുഹിബ്ബിനെയും നീ നിരാശപ്പെടുത്തല്ലേ റബ്ബേ. അതാ ഇത് സംഘടിപ്പിക്കാൻ ഓടി നടക്കുന്ന ചെറുപ്പക്കാരെ നീ നിരാശപ്പെടുത്തല്ലേ റബ്ബേ. അതാ നമ്മുടെ നൗഫൽ എന്ന പ്രവർത്തകനും റഫീഖ് എന്ന പ്രവർത്തകനും അതുപോലെ ഫൈസൽ, ഞാൻ എണ്ണി പറഞ്ഞാൽ തീരൂല, ഞങ്ങളുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ സഹോദരങ്ങൾ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച് അധ്വാനിക്കുന്നത് നീ ആഖിറത്തിലേക്കുള്ളൊരു സ്വത്താക്കണേ റഹ്മാനേ. നാളെ ഹബീബിന്റെ ചാരത്ത് ചെല്ലാൻ ഈ മജ്‌ലിസ് ഒരു കാരണമാക്കണേ റബ്ബേ. ഇതിന് വേണ്ട ഒത്താശകൾ നൽകുന്ന ഉമ്മമാര്, ഉപ്പമാര്, ജ്യേഷ്ഠന്മാര്, പെങ്ങന്മാര്, അനുജന്മാര്, എല്ലാവർക്കും ചെറിയ മക്കൾ ഇവിടെ ചായ വിതരണം